വിവാഹം നിറയെ അമ്മച്ചിമാരും അവരോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സുമെല്ലാം ഉണ്ട്. നമ്മളുടെ രൂപത വളരെ സജീവമായിട്ട് സർവ്വമലബാർ സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക സഭയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സംഘടനകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിലൊരു രൂപതയുടെ ഊർജം എന്ന് പറയുന്നത്. അതിൽ പിതാവിൻ്റെ ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടാണ് അൽമായ ഫോറങ്ങളും ഫാമിലി അപ്പോസ്റ്റലേറ്റും മാതൃപിതൃവേദികളും കാറ്റക്കേസിസും എല്ലാം അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു സഭയാണിത്. നമുക്കതിൽ അഭിമാനമുണ്ട്. അറക്കൽ പിതാവിൻ്റെയും സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. പുളിക്ക പിതാവിനെ പരിശുദ്ധ സിംഹാസനം നോട്ടപ്പള്ളിയാക്കി വെച്ചിരിക്കുന്നത് നമ്മളറിഞ്ഞല്ലോ ഈ ദിവസം. അതെല്ലാം പിതാവിൻ്റെ ഈ പാസ്റ്ററലായിട്ടുള്ള ആഭിമുഖ്യത്തിൻ്റെ വലിയൊരു അംഗീകാരമാണ്. അത് സർവ്വമലബാർ സഭയ്ക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. നമുക്ക് എല്ലാവർക്കും അതിനകത്ത് സന്തോഷമുണ്ട്. പിതാവ് എന്നോടൊരു കള്ളത്തരം പറഞ്ഞതിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. ഞങ്ങൾ ധ്യാനത്തിലായിരുന്നപ്പോൾ ഈ പാലമുട്ടിലച്ഛൻ്റെ വീട്ടിലെ ആ മരണക്കാരനെ ഞാൻ ചോദിച്ചു, പിതാവ് പോകുന്നില്ലേ? ആ പിതാവ് എല്ലാ കാര്യത്തിലും പോകുന്നതാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനത് ഇറക്കിപ്പതാനെല്ലാം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ധ്യാനം അവസാനിച്ചപ്പോഴാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈ പ്രഖ്യാപനം ഇവിടെ നടത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറിയ കള്ളത്തരമൊക്കെ പറയാൻ പുള്ളിക്ക് അറിയാം. ആ ക്രമീകരണത്തിൽ അത് അങ്ങനെ വേണമല്ലോ. പറയരുതാത്ത കാര്യം നേരത്തെ പറയരുത്. അപ്പോൾ ഞാനത് സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. പിതാവിനെ പരിശുദ്ധ സിംഹാസനം അങ്ങനെ കരുതി. അദ്ദേഹം കാറ്റഗറ്റിക്കൽ മേഖലകളിൽ വളരെ സോളിഡായിട്ടുള്ള സംഭാവനകൾ നൽകിയ ആളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. അമ്മമാരെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഇവിടെ പിതാവ് സംസാരിച്ചു. ഞാൻ അത്ര നല്ലതല്ലാത്ത ഒന്ന് രണ്ട് കാര്യം ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. സുഭാഷിതങ്ങൾ 25-24 കലഹക്കാരിയായ ഭാര്യയോടൊത്ത് വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുന്നതാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ചേട്ടന്മാർ തട്ടിൻപുറത്ത് അല്ലായിരിക്കും ഞാൻ കരുതുകയാണ്. എത്രയോ മുൻകൂട്ടി കണ്ട ഒരു തിരുവചനമാണ്. ഒരു തമാശയായിട്ട് നമുക്ക് തോന്നിയാലും അംഗീകാരമായിട്ടൊക്കെ തട്ടിൻപുറത്തിരിക്കുന്ന ഭർത്താക്കന്മാരും കണ്ടേക്കും. അതുപോലെ പ്രഭാഷകൻ 7:8 ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുകം പോലെയാണ്. എന്ത് പ്രയാസമാണ് ഒരു നുകം കഴുത്തിൽ വെച്ച് കിട്ടിയത്, ഉരസിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്ന പോലെയാണ്. വേദപുസ്തകത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ അമ്മച്ചിമാരുടെ വലിയ മീറ്റിങ്ങിൽ ആയിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയെല്ലാം വേദപുസ്തകം നമ്മളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ പ്രഭാഷകൻ 26:1 ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിയായിരിക്കും. ഈ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ നല്ല ചേട്ടന്മാർ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നതിന് കാര്യതാണ്. നല്ല ഭാര്യമാരുള്ളപ്പോൾ ഇരട്ടി ആയുസ് കിട്ടുകയാണ്. കരുത്തുള്ള ചേട്ടന്മാർ. ഞാൻ ഈ കടന്നു പോകുമ്പോഴും ഇവിടെ പള്ളിയിലൊക്കെ അയൽപ്പൊക്കെ കാരണം പലപ്പോഴും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ആരോഗ്യമുണ്ട്. അതിൻ്റെ കാരണം നല്ല ഭാര്യമാർ, അമ്മമാർ വീട്ടിലുള്ളത് കൊണ്ടാണ്. നമ്മൾ മാതൃജ്യോതി വേദി മാതൃസംഘം അല്ലെങ്കിൽ ഈ രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ അമ്മച്ചിമാർ ഒന്നിച്ചു കൂടുമ്പോൾ ഈ അമ്മമാരുടെ വലിയൊരു സാന്നിധ്യം, വലിയൊരു കോൺട്രിബ്യൂഷൻ വളരെ അധികമാണ്.
എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു സംസ്കാരം ഉള്ളത് പറഞ്ഞാൽ ഈ അമ്മച്ചിമാരെ കുറിച്ചുള്ള സംസ്കാരമാണ്. സാറായ്, റബ്ബെക്കായ്, റാഹേല്, മിറിയാം, ഇങ്ങനെയുള്ള ഫസ്റ്റ് ടെസ്റ്റമെൻറ്റിലെ അമ്മമാർ ദൈവം വെളിപ്പെടുത്തിയ വേദികളായിരുന്നു ഈ അമ്മച്ചിമാരെല്ലാം. പൂർവ്വമാതാക്കൾ എന്ന് പറയുന്നത് വേദപുസ്തകം നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ പുരുഷന്മാരെല്ലാം അവരുടെ സമയം മുഴുവൻ ചെലവഴിച്ചത് നല്ലൊരു പെണ്ണിനെ കണ്ടുകിട്ടാൻ വേണ്ടിയാണ്. എത്രയോ വർഷങ്ങൾ ഇവരുടെ ഭർത്താക്കന്മാർ കാത്തിരുന്നു. അങ്ങനെ നിരന്തരമായ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് കണ്ടുമുട്ടിയ സ്ത്രീകളാണ് ഈ വലിയ മാതാക്കൾ, അവരുടെ ഭാര്യമാർ. അവർ നടത്തിയ ആ ജീവിതമാണ് ശരിക്കും നമ്മൾ ഇപ്പോഴും കല്യാണക്രമത്തിലൊക്കെ അതാണല്ലോ. കല്യാണക്രമം എന്നുള്ള പുസ്തകത്തിൻ്റെ പേര് തന്നെ തക്സാദ് സുവാഹ എന്നാണ്. നുകം വച്ച് കെട്ടുന്ന ക്രമം. തക്സ നമുക്കറിയാമല്ലോ, തക്സ ഓർഡർ, ക്രമം. സുവാഹ അത് നുകമാണ്. നുകം വച്ച് കെട്ടുന്ന ക്രമം എന്നാണ് ഈ കല്യാണം എന്ന ഉദാശയുടെ ആ ടെക്സ്റ്റിൻ്റെ സുറിയാനിയിലുള്ള പേര്. നുകം വെച്ച് കെട്ടിയാൽ അതിലൊരു കാളയ്ക്ക് തനിച്ച് ഇരിക്കാനോ നടക്കാനോ ഭക്ഷിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റുകയില്ല. എല്ലാം ഒന്നിച്ച് ചെയ്യാനേ പറ്റുകയുള്ളൂ. അതാണ് കുടുംബം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് അങ്ങനെ കൊടുത്ത ആ സഭാപിതാവിനെ അത് സമ്മതിക്കണം. നുകം വച്ച് കെട്ടുന്ന ക്രമം. ഇത് ഇട്ടേച്ച് പോകാൻ ഒക്കെയില്ല. അതാണ് ഇത് ഇട്ടേച്ച് പോകാൻ ഒക്കെയില്ല. ആ ക്രമത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ ശാലീനതയും അതിൻ്റെ മഹത്വവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബത്തിലൂടെയാണ് എല്ലാ മൂല്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കൈമാറ്റം ചെയ്യപ്പെടാൻ കൈ പുറകോട്ട് കെട്ടി നിന്നാൽ നടക്കാൻ. കൈമാറ്റം ചെയ്യണമെങ്കിൽ നമുക്കുള്ളതെല്ലാം വിട്ടുകൊടുത്ത് അത് മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, പേരക്കിടാങ്ങളൊക്കെ അത് സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ്. അങ്ങനെ വലിയ ത്യാഗം സഹിച്ച ആളുകളാണ് വേദപുസ്തകത്തിലെ സ്ത്രീകളെല്ലാവരും. മോശയുടെ സഹോദരിയായ മിറിയാമിനെ കുറിച്ച് പറയുന്നത് യഹൂദ പാരമ്പര്യത്തിൽ മിറിയാം എവിടെയെല്ലാം പോയോ ആ കൂട്ടത്തിലെല്ലാം ഒരു അത്ഭുത കിണർ ഉണ്ടായിരുന്നുവെന്നാണ്. ഒരു അത്ഭുത കിണർ. ഒരു മരുഭൂമിയിൽ താമസിച്ചപ്പോഴൊക്കെ ഈ മിറിയാമിൻ്റെ സാന്നിധ്യത്തിൻ്റെ പരമ്പരാഗതമായ ആ കാര്യം യഹൂദന്മാർ ഇപ്പോഴും പറയുന്നത് എവിടെയെല്ലാം അവൾ പോയോ ഒരു അത്ഭുത കിണർ. അതിൻ്റെ ഒരു തെളിവ് ആ മരണത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നിടത്ത് മിറിയാം മരിച്ചു, അരുവികൾ വറ്റി. അതാണ് തിരുവചനം. മിറിയാം മരിച്ചു, ജലാശയം വറ്റി. അത് വലിയൊരു ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഈ ദൈവത്തിൻ്റെ രക്ഷാകരമായ വെളിപ്പെടുത്തലിലുള്ള ആ സ്ത്രീയുടെ സാന്നിധ്യത്തിൻ്റെ മാഹാത്മ്യമാണല്ലോ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാതൃസംഘമായിട്ടും മാതൃവേദിയായിട്ടും എല്ലാം ഒന്നിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഈ വലിയ അമ്മച്ചിമാരുടെ, സഹോദരിമാരുടെ ആ ചിന്തകൾ നമ്മൾ പഠിക്കണം. അങ്ങനെ അമ്മച്ചിമാർ പകർന്നു കൊടുത്ത കാര്യങ്ങളാണ് നമുക്ക് അത്യന്തികമായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്റ്റേജിൽ മാർഗംകളിയും റമ്പാൻ പാട്ടും നമ്മുടെ അപ്പസ്തോലിക സഭയുടെ പ്രാദേശികമായിട്ടുള്ള 2 ഫിഡലിറ്റീസാണ് മാർഗംകളിയും റമ്പാൻ പാട്ടും. അത് കേൾക്കുമ്പം തന്നെ നമ്മൾ 2000 കൊല്ലത്തിലേക്ക് പുറകെട്ടാണ് പോകുന്നത്. ആ ആൻറ്റിക്വിറ്റിയാണ് കൈമാറ്റം ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തോമാശ്ലീഹായെക്കുറിച്ചും ആ കാലത്തെ ആളുകളുടെ ജീവിതക്രമത്തെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ 2 ഫിഡലിറ്റീസ്. ഈ മാർഗംകളിയും റമ്പാൻ പാട്ടും ഈ മാതൃസംഘത്തിൽ ഇവിടെ അവതരിപ്പിച്ചത് ഒന്നാന്തരമായ ഒരു കാര്യമാണ്. നമുക്കത് വലിയൊരു ട്യൂട്ടോറിയലാണ് തന്നിരിക്കുന്നത്. ആ ട്യൂട്ടോറിയൽ ക്ലാസ്സിലിരുന്ന് നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ നിരന്തരമായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പക്ഷേ
അതിൻ്റെ പൗരാണിക പ്രാധാന്യം. ഈ രൂപതയുടെ പ്രത്യേകതയും അതാണ്. നമുക്ക് മലയോര പ്രദേശമുണ്ട്, എന്ത് വലിയ വിശ്വാസമാണ്. നമ്മൾ ആ ദൂര പ്രദേശത്തു നിന്നൊക്കെ വന്നവരാണ്. ഇവിടെ ഏത് മീറ്റിംഗ് വെച്ചാലും ആ മീറ്റിങ്ങിലെല്ലാം നിറഞ്ഞ ആളുകളുണ്ട്. അതിങ്ങനെ വിശ്വാസം സംരക്ഷിക്കുന്ന തീഷ്ണതയുള്ള അപ്പച്ചന്മാരും വിശേഷപതിയായിട്ട് അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അതുപോലെ വേദപുസ്തകത്തിലെ പരിശുദ്ധ അമ്മ എലിസബത്ത് ആദിമസഭയുടെ ശുശ്രൂഷകരുടെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്കായി പൊയ്ക്കൊണ്ടിരുന്ന സ്ത്രീകൾ, ഇതെല്ലാം നടപടി പുസ്തകത്തിലും പൗലോസിൻ്റെ ലേഖനത്തിലുമൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. ക്രിസസ്റ്റം പിതാവിൻ്റെ കീർത്തി കേട്ട ഒരു ചെറിയ ലത്തീൻ വാക്യമാണ് തോത്ത് വൂൾനര തോത്ത് ഓറ. തോത്ത് വൂൾനര, എല്ലാ മുറിവുകളും, തോത്ത് ഓറ, എല്ലാ പ്രാർത്ഥനകളും. അതാണ് ആ വാക്കിൻ്റെ സമവാക്യം. എല്ലാ മുറിവുകളും പ്രാർത്ഥനകളാക്കി മാറ്റുന്ന ഏക വ്യക്തി വീട്ടിലെ അമ്മയായിരിക്കും. തോത്ത് ഉൾനര തോത്ത് ഓറ. അങ്ങനെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാർത്ഥനകളാക്കി മാറ്റി എടുക്കുന്ന അമ്മച്ചിമാരുള്ളതുകൊണ്ടാണ് നമ്മളുടെ ഈ സഭ ഇപ്പോഴും ബലിഷ്ഠമായ ആധ്യാത്മിക മൂല്യങ്ങളിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. വീട്ടിലെപ്പോഴും വഴക്കുണ്ടാകും. ആദം, കായീൻ, ആബേൽ, ശേത്ത്, നോഹ, ഇവരുടെയൊക്കെ ചേട്ടന്മാരുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ആദ്യ മക്കളിൽ തന്നെ കൊലപാതകമാണ് തുടങ്ങിയത്. പിന്നെ ദൈവം ഇടപെട്ട ഒരുപാട് സംരക്ഷണം നൽകി. പിന്നെയും നോഹ അതിനുശേഷം മദ്യപിക്കുകയും തെറ്റ് ചെയ്യുകയും ഒക്കെയാണ്. ഇവിടെയെല്ലാം പരമ്പരാഗതമായിട്ടുള്ള പാപങ്ങളുടെ തെറ്റുകളുടെ കൂമ്പാരം നമ്മൾ കാണുമ്പോഴും അവരോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ പ്രാർത്ഥനയും തപസ്സും എല്ലാം കാരണമാണ് ആ ഒരു കാര്യം മനുഷ്യവർഗം മുമ്പോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് വളരെയേറെ പ്രതിസന്ധികൾ ഉള്ളൊരു കാലഘട്ടമാണ്. വീടുകൾ, കുടുംബം വേണ്ട, വിവാഹം വേണ്ട, മക്കൾ വേണ്ട, വ്യക്തിപരമായ കൂടിത്താമസങ്ങൾ മതി, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അകൽച്ചകൾ കൂടുന്നു, ഡിജിറ്റൽ ലോകത്തിൻ്റെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വന്നെത്തുന്നു, ധാർമ്മികത വളരെ കുറഞ്ഞു പോകുന്നു. പറഞ്ഞതുപോലെ ലഹരി, മയക്കുമരുന്ന്, ഈ സാറൊക്കെ എന്തുമാത്രം ക്ലാസ്സുകൾ ഇതിനു വേണ്ടി നമ്മുടെ രൂപതകളിൽ വന്ന് എടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ് തുടങ്ങിയ സംഘടനകളുടെ ഈ രൂപതയുടെ ഒരു അസറ്റ് അതാണ്. അതൊക്കെ നല്ല ബലിഷ്ഠമായ രീതിയിൽ സംഘടിപ്പിക്കുകയും ഈ ഡയറക്ടറേഷനൊക്കെ എന്തുമാത്രം വർക്ക് ചെയ്തു ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ടാണ് ഈ ഹാള് നിറയെ ഈ രാവിലെ തന്നെ ആളുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒലിക്കലസിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന അച്ഛന്മാർ, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരച്ഛൻ ഒരിടവകയിൽ മനസ്സ് വെച്ചാൽ അവിടെ നടക്കേലാത്ത ഒരു കാര്യവുമില്ല. ഒരച്ഛന് മനസ്സുണ്ടെങ്കിൽ ഏത് നല്ല കാര്യവും നടത്താം. ജനങ്ങളത് കേൾക്കും, സഹകരിക്കും. അങ്ങനെയാണ് നമ്മളൊരു എക്ലീഷ്യൽ ബിൽഡിംഗ് പടുത്തുന്നത്. ഈ ദേശത്തിൻ്റെ നമ്മുടെ പാരായണമൊക്കെ മുറല്ല സഹോദരിയാണല്ല. ആ കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അൺഡിവൈഡഡ് ചങ്ങനാശ്ശേരിയുടെ ഒരു എക്ലീഷ്യൽ ലിറ്റർജിക്കൽ ട്രഡീഷനിൽ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതും ഈ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ വക്താക്കളായിട്ടൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നതുമൊക്കെ. നിങ്ങൾ ഒത്തിരി സഹിക്കുന്നുണ്ട് അമ്മച്ചിമാർ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മുറിവുകളും പ്രാർത്ഥനയാക്കി മാറ്റുന്നവരാണ്. ഒരിക്കൽ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി മർത്തമ വലിയ മെത്രാപ്പോലീത്ത ഇതുപോലൊരു വലിയ മാതൃസംഘത്തിൽ വന്ന് പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ മദ്യപാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു അമ്മച്ചി അവസാനമായിട്ടും പറഞ്ഞു, പിതാവേ, ഞങ്ങൾ പുറത്ത് അമ്മമാരെക്കുറിച്ച് പിതാവ് സംസാരിക്കുന്നതാണ്. പിതാവ് പറഞ്ഞതെല്ലാം മദ്യപാനത്തെക്കുറിച്ചാണ്. ഞങ്ങൾ ഒരു തുള്ളി പോലും മദ്യം കഴിക്കുന്നവരല്ല. അപ്പോൾ പിതാവ് പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്നില്ല എനിക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ നിങ്ങളുടെ ഭർത്താക്കന്മാർ കുടിക്കേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്.
അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ കുറിച്ച് ജീവിച്ചു പോണ്ടേ, അതായത് തമാശയായിട്ട് പറഞ്ഞതാണ്. ഒരു ഒരു നർമ്മരസത്തോടു കൂടിയ ഉത്തരം പറഞ്ഞതാണ്. അപ്പം അത് അദ്ദേഹം അമ്മച്ചിമാരോട് ഈ മദ്യപാനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞത് അവർ കുടിക്കുന്നുകൊണ്ടല്ലല്ലോ. നിങ്ങൾ ഭർത്താക്കന്മാരെ കൂടുതൽ കരുണ കാണിക്കാം, കൂടുതൽ സ്നേഹത്തോടെ സമീപിക്കാം, അത് നല്ല സന്തോഷമായിട്ടിരിക്കുന്ന അവസരത്തിലൊക്കെ പറഞ്ഞാൽ അവർ തിരിച്ചുകൊള്ളും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഒരു പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ട് വരികയാണ്. കുട്ടികളുടെ ഭാഗത്തുനിന്നും കുട്ടികൾ കുറയുന്നുണ്ട്. ഇപ്പം കുറേ 1-2 വർഷമായിട്ടൊക്കെ 4, 5, 6 കുട്ടികളൊക്കെ ഉള്ള വീടുകളുണ്ട്. കുട്ടികൾ കുറയുന്നു, കുട്ടികളുടെ മൈഗ്രേഷൻ കൂടുന്നു, നാട്ടിലുള്ള കുട്ടികൾ മയക്കുമരുന്നിലേക്ക് നീങ്ങുന്നു, വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ മലയാള ഭാഷ വിട്ടുകളയുന്നു. ഈ കാരണം കൊണ്ട് നമ്മുടെ സമുദായം വളരെ ബലഹീനമാകുന്നുണ്ട്. കുട്ടികൾ കുറയുന്നു, കുട്ടികൾ മൈഗ്രേറ്റഡായിട്ട് പോകുന്നു. അവശേഷിക്കുന്ന കുട്ടികളിൽ വലിയൊരു ഭാഗം മദ്യം, മയക്കുമരുന്നിലേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുന്ന കുട്ടികൾ മലയാള ഭാഷ പഠിക്കാതെ അവിടെ സെറ്റിൽഡാകുകയാണ്. നമ്മൾ തെങ്ങുംതോപ്പ് കാണിക്കാൻ വേണ്ടി ചില മാതാപിതാക്കൾ മക്കളെയും കൊണ്ട് ബാംഗ്ലൂരും കർണാടകത്തുമൊക്കെ പോകുന്ന പോലെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തെങ്ങുംതോട്ടം കാണിക്കാൻ വേണ്ടി. നമ്മുടെ ഈ പ്രദേശമെല്ലാം തെങ്ങായിരുന്നുണ്ട്, അതെല്ലാം പോയി. കാർഷിക മേഖലയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉദയമാണ് കാഞ്ഞിരപ്പള്ളി. ഈ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. ഞങ്ങളും പരിശ്രമിക്കുന്നുണ്ട് പാലായിൽ. എങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാരണം കൊണ്ടെല്ലാം നമ്മുടെ കുടുംബങ്ങളും സമുദായവും ബലഹീനമാകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ലയോ മാർപ്പാപ്പ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന അതിശ്രേഷ്ഠമായ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, കുടുംബം അത്യുത്കൃഷ്ടമായ ഒരു സാമൂഹിക നന്മയാണ്, ഘടകമാണ്. എല്ലാ സാമൂഹിക സംഘടനകളുടെയും അടിസ്ഥാനപരമായ മാറ്റാനാകാത്ത കാരണമാണ് കുടുംബം. അതിനുശേഷം പിന്നീട് AI യുഗത്തിലുള്ള പോരായ്മകളെക്കുറിച്ച്, വ്യക്തികളുടെ മഹത്വം, ജോലിയുടെ അന്തസ്സ്, പൊതുനന്മ, ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളിൽ വലിയ വിഷമം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ചെല്ലാം സാറ് തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. അത് പിതാവ് നിരസിക്കുകയല്ല, അതേക്കുറിച്ചൊരു വാണിംഗ് നമുക്ക് നൽകുകയാണ്. എല്ലാം യന്ത്രം ചെയ്തുകൊള്ളും എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ പിന്മാറുമ്പോൾ നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കൾ കാണിക്കേണ്ട കാരുണ്യം, വാത്സല്യം തുടങ്ങിയ നിരവധി മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾ മാത്രമല്ല, ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. കൊല്ലരുത്, മോഷ്ടിക്കരുതെന്നൊക്കെ പറയുന്നത് യഹൂദന്മാർക്കോ കത്തോലിക്കർക്കോ വേണ്ടി മാത്രമാണ്. ഏത് മനുഷ്യരും അങ്ങനെയാണല്ലോ. കൊല്ലരുത്, കള്ളസത്യം പറയരുത്, മോഷ്ടിക്കരുത്, അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരാത്മപരിശോധനയാണ് വാസ്തവത്തിൽ ഈ ചാക്രിക ലേഖനം എന്നൊക്കെ വലിയ പണ്ഡിതന്മാർ ഇതിനോടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. നമ്മുടെ ക്രൈസ്തവ വിഭാഗത്തിന് പുറത്ത് എത്രയോ വലിയ ആളുകൾ നമ്മുടെ ദീപികയിൽ ഇതേക്കുറിച്ച് ലേഖനം എഴുതി, ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ച്. ഇത് ലോകത്തിന് വേണ്ടിയാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയാണ്. അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ തിരികെ പിടിക്കാൻ നോക്കണം. പണ്ടൊക്കെ നമ്മുടെ വീടുകൾക്ക് വലിയ തിണ്ണ ഉണ്ടായിരുന്നു. തിണ്ണ, കുഞ്ഞുങ്ങൾക്ക് ആ വാക്കറിയാവുന്ന എനിക്ക്. ആ തിണ്ണയിൽ നടന്നത് എന്തായിരുന്നു അറിയാമോ? വലിയ എക്യുമെനിക്കൽ ഇന്റർ റിലീജിയസ് ഡയലോഗ് നടക്കുന്ന വേദിയാണ്. അയൽക്കാരിലെ കടന്നു പോകുമ്പോൾ വെല്ലുമിച്ചമാരും ഇവിടെ മോരും വെള്ളമുണ്ട്, മുറുക്കാനുണ്ട്, ഇവിടെ കയറുന്നില്ലേ, ഇരിക്കുന്നില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു 500ഓളം ഹൈന്ദവ ഫാമിലീസുള്ള വീടാണ് എൻ്റെ ഇടവക. ഞങ്ങളുടെ 100 വീട്ടുകാരേ ഉള്ളൂ. അധികാലം മുതൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഹൈന്ദവ ചേട്ടന്മാരെയും ചേച്ചിമാരെയാണ്. അവരെല്ലാം വെല്ലുമ്മ വിളിച്ചവിടെ കയറ്റിയിരുത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതാണല്ലോ ഒരു ഇന്റർ റിലീജിയസ് ആയിട്ടുള്ളൊരു ഫോറം. ഈ തിണ്ണകൾ നൽകിയ സംഭാവന
വളരെ വലുതാണ്. അയൽപക്ക ബന്ധങ്ങൾ, അതുപോലെ വീട്ടുകാർക്കായാലും വിശ്രമത്തിനായിട്ടും ഒക്കെ ഇപ്പോൾ എല്ലാം ചില്ലുകൂടുകൾ പോലെയുള്ള കെട്ടിടം ഉണ്ടാക്കി ആരെയും വീടിനകത്ത് കയറ്റുകയില്ല, ആരെയും വിളിച്ച് കയറ്റുകയില്ല. അയൽപക്ക ബന്ധങ്ങൾ കുറയുന്നു. വീട് വലുതാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ആൾ മരിക്കുന്നു എന്നത് മാത്രമല്ല, അവിടെയുള്ള ആ ഊർജം, സജീവമായ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ വീടുകൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ സെൻറ്റേഴ്സ് ഓഫ് കമ്മ്യൂണിയൻ. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ മക്കളോട് അതൊക്കെ വീട് വെക്കുമ്പോഴും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഈ സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് കടന്നു വരണം. നിങ്ങൾ അമ്മച്ചിമാർ ഒന്നിച്ചു കൂടുമ്പോൾ സുവിശേഷം നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ, വിധവയുടെ നാണയം, കൂനി പിടിച്ച സ്ത്രീ, രക്തസ്രാവക്കാരി സ്ത്രീ, കാനാൻകാരി സ്ത്രീ, മർത്തായ മറിയം, മഗ്ദലന മറിയം, സമറിയക്കാരി സ്ത്രീ, പത്രോസിൻ്റെ അമ്മായിമ്മ എലിസബത്ത്, പരിശുദ്ധ മറിയം, ഇങ്ങനെ സുവിശേഷം മുഴുവൻ സ്ത്രീകളെ കുറിച്ചാണ്. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു ലെൻസിലൂടെ നമ്മൾ ഇതിനെ കാണാം. ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനം സംഭവിച്ചതാണെന്ന് ജോൺ പോൾ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, കർത്താവ് 12 സ്ത്രീകളെയാണ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ 12 പേരും പുരുഷന്റെ സമയത്ത് അവിടെ ഉണ്ടാകുമായിരുന്നു. എന്നോർന്ന് നോക്കി. ആണുങ്ങളെല്ലാം സ്ഥലം വിട്ടില്ലേ? അവിടെ അവശേഷിച്ചത് പാവം അമ്മയും യോഹന്നാനും കൂടാൻ നോക്കിയല്ലേ. ഈശോയുടെ ഹൃദയം മാന്തി പറിച്ചെടുത്തിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹം വിട്ടുമാറി എന്നുള്ളത് പാരഡോക്സാണ്. അങ്ങനെയുള്ള ആ ഒരു അടുപ്പത്തിലേക്ക് അമ്മച്ചിമാർ കടന്നു വരണം. ഈ സുവിശേഷത്തിലെയും ഫസ്റ്റ് ടെസ്റ്റമെൻറ്റിലെയും ഒക്കെ ആ സ്ത്രീകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെടുത്ത് പഠിച്ച് കുട്ടികളെയും അത് പറഞ്ഞ് കേൾപ്പിക്കണം. അങ്ങനെയുള്ള ഒരു ലെൻസിലൂടെ നമുക്ക് അമ്മച്ചിമാരെയും വീട്ടമ്മമാരെയും വല്യമ്മമാരെയും ഒക്കെ കാണണം. ഞാൻ കുടുംബത്തെക്കുറിച്ചുള്ള സിനഡിൽ റൂമിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നമുക്ക് 5 മിനിറ്റ്സേ ഉള്ളൂ ഏത് ആളിനും. അപ്പോൾ ഞാനവിടെ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ വലിയ മാതാപിതാക്കളെ ഞങ്ങളുടെ വീടുകളിൽ തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുമ്പിൽ വലിയ ആളുകളെല്ലാം ഫ്രണ്ടിലാണല്ലോ. ആ കർദിനാൾമാരൊക്കെ പലരും തിരിഞ്ഞു നോക്കി, ഇവൻ ആരുടെ ഇത് പറയുന്നുള്ള മട്ടിൽ. കാരണം അവർക്കെല്ലാം അത് നഷ്ടപ്പെട്ടു പോയി. പ്രായം ചെന്ന മാതാപിതാക്കളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്ന ആ സംസ്കാരമേ ഇവിടെ യൂറോപ്പിലൊന്നും ആർക്കുമില്ല, ഒരിടത്തുമില്ല. അപ്പം നമ്മൾ സൂക്ഷിക്കുന്ന ആ വാല്യൂസ് അത് ലോകമറിയണം, ലോകത്തെ പഠിപ്പിക്കണം. ട്യൂട്ടോറിയലായിട്ട് നമ്മുടെ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ മാറണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടെ വന്നപ്പോഴും പറഞ്ഞല്ലോ, ഭാരതീയരുടെ കുടുംബജീവിതത്തിൽ ആശാവഹമായ ചില സവിശേഷതകൾ കാണാൻ ഉണ്ട്. ദമ്പതിമാരുടെ പരസ്പര വിശ്വസ്തത, സ്ത്രീകളുടെ മഹത്വം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം തുടങ്ങിയ നിരവധി കാര്യത്തെക്കുറിച്ച്. പരിശുദ്ധാനന്ദ തിരിച്ച് വന്നിറങ്ങിയപ്പോൾ വലിയ മഞ്ഞായിരുന്നു. ബിലാലിലാണ് പോയിറങ്ങിയത്. അപ്പം മീഡിയ എല്ലാം വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ത്യയിൽ തിരിച്ചു പോരാൻ തോന്നുന്നില്ലായിരുന്നു. ഇന്ത്യ നൽകുന്ന ആ വാന്ത്, ആ സ്നേഹം എനിക്ക് അവിടുന്ന് തിരിച്ചു പോരാനായിട്ട് തോന്നുകയില്ലായിരുന്നു. അതുപോലുള്ള ഒരു സ്നേഹമാണ് ഇത് കിട്ടിയത്. അതൊക്കെ നമ്മളുടെ മാതാപിതാക്കളുടെ, ചാച്ചന്മാരുടെ, അമ്മച്ചിമാരുടെ ഒക്കെ കാര്യമാണ്. ഞാൻ നിർത്തിക്കോളാം. അഗസ്റ്റീനോസിൻ്റെ അമ്മ മോനിക്ക പറഞ്ഞ ഒരു കാര്യം, കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ച് പോകുകയില്ല എന്ന് അംബ്രോസ് മോനിക്കയോട് പറഞ്ഞു. മോനിക്ക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അഗസ്റ്റിൻ വഴി തെറ്റി പോകുന്നു, ഇതല്ല. കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോവുകയില്ല. അതാണ് അമ്മമാരുടെ ഒരു വെയിറ്റ്, അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ അമ്മച്ചിമാരും എന്തുമാത്രം കണ്ണീർ കുടിക്കുന്നുണ്ട് ഈ മക്കൾ നന്നാകാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി. ആ ഭാരം നമ്മൾ എടുക്കണം. സെൻ്റ് അഗസ്റ്റിൻ്റെ മനോഹരമായ ഒരു ചിന്തയാണ്, ബെയർ യുവർ ഓൺ ലോഡ് ടു ദ എൻഡ്. ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ ആ ഭാരം എടുക്കണം. ഇഫ് യു ലവ് ഇറ്റ്, ഇറ്റ് വിൽ ബി ലൈറ്റ്. സ്നേഹത്തോടെയാണ് ഈ ഭാരങ്ങളെല്ലാം എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഭാരം കുറവാണ്. ഇറ്റ് വിൽ ബി ലൈറ്റ്. ഇഫ് യു ഹേറ്റ് ഇറ്റ്, ഇറ്റ് വിൽ ബി ഹെവി.
ഇത് സഹിക്കേണ്ടി വരുന്നല്ലോ എന്നോർത്താണ് നമ്മളതൊക്കെ എടുക്കുന്നെങ്കിൽ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാരും സഭയുടെ പിതാക്കന്മാരും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ സ്നേഹവും ഐക്യവും സമാധാനവും ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അമ്മച്ചിമാരാണ്. ഈ പുതിയ ജാക്രിയ ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് അതിൻ്റെ 8-ാമത്തെ നമ്പറിൽ നെഹേമിയ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല, എനിക്ക് തന്നിരുന്ന സമയമായി 20 മിനിറ്റ്സ്. അതിൽ അദ്ദേഹം നാശപ്പെട്ട് കിടക്കുന്ന ജെറൂസലത്തേക്ക് പോവുകയാണ്. അതിലവിടെ ചെന്ന് അദ്ദേഹം എല്ലാം കണ്ടു. അദ്ദേഹം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, അവരെയെല്ലാം വിളിച്ച് ഓരോരുത്തർക്കും പണിയെത്തിച്ചു കൊടുത്തു. അല്ലാണ്ടൊരു മുകളിൽ നിന്നൊരു കൽപ്പന കൊടുക്കുകയോ അല്ലെങ്കിൽ പണിക്ക് വരാത്തവരെ വഴക്കം പറയുകയോ ഒന്നുമല്ല. ഓരോരുത്തർക്കും ഈ ജെറൂസലമിൻ്റെ റീബിൽഡിങ്ങിനുള്ള റോള് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ജെറൂസലം നഗരം റീബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്നേഹ സംസ്കാരം സൃഷ്ടിക്കുന്നത്. ബാബേൽ ഗോപുരങ്ങൾ പണിയരുത് എന്നൊക്കെ പരിശുദ്ധ പിതാവ് ഈ ജാക്രിയ ലേഖനത്തിൽ പറയുന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സംഗമം വലിയൊരു ഇന്ധനമാണ്. ഈ സംഗമത്തിൻ്റെ പ്രഭ ഈ രൂപത മുഴുവൻ കത്തിപ്പടും. ഈശോയുടെ തിരുവചനമാണ് ഇന്ധനം. ആ ഇന്ധനം അഗ്നിയാണ്. അഗ്നി കത്തിപ്പടരാൻ വേണ്ടിയാണ് ഈ സംഗമം. അമ്മച്ചിമാരുടെ ഈ ഒത്തുവരവ് വലിയ ശക്തിയാണ്. ഇതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ സഭയിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ കൂടിവരവ്, നിങ്ങൾ വീട്ടിൽ കൊടുക്കുന്ന സമാധാനം, ഈ രൂപതയ്ക്ക് നൽകുന്ന സന്ദേശം, അതുവഴി നമ്മുടെ സഭയ്ക്ക് നൽകുന്ന ആ സന്ദേശം, അതെല്ലാം വളരെ വിലപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറയുകയാണ്. റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത് അമ്മച്ചിമാർ വഴിയാണ്. അതില്ലെങ്കിൽ നമുക്ക് വീടുകളിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റുകയില്ല. അമ്മയെന്ന ആ പുസ്തകം നിരന്തരമായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. അമ്മമാരെ കുറിച്ചാണല്ലോ പറയുന്നത്. കണ്ണ് എത്താത്തടത്ത് കരള് എത്തും, ഹൃദയമെത്തും. അപ്പനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് അമ്മ ഹൃദയം കൊണ്ട് കാണും. മക്കളുടെ കാര്യം, വീട്ടിലെ ആവശ്യങ്ങളെല്ലാം. അങ്ങനെയുള്ള ആ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സഭയാണ് നമ്മുടേത്. അമ്മയുള്ളപ്പോഴും നിലാവുള്ളപ്പോഴും മാത്രമേ ഒരു ഐശ്വര്യമുള്ളൂ എന്ന ഒരാപ്തവാക്യം നമ്മുടെ ഇടയിൽ വളർന്നു വന്നതാണ്. അമ്മയുള്ളപ്പോഴും നിലാവുള്ളപ്പോഴും മാത്രമേ ഒരു സുഖമുള്ളൂ, ഒരു ഐശ്വര്യമുള്ളൂ. വീടിൻ്റെ കാര്യമാണല്ലോ, അല്ലെ മക്കളുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യമാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതുപോലെ അപ്പൻ കുടിച്ചും കൂത്താടിയും, ഇവിടെ അങ്ങനെ ആരുമില്ല കേട്ടോ. അമ്മ അരിച്ചും പെറുക്കിയും. നമ്മുടെ വീടുകളൊക്കെ വളർത്തിക്കൊണ്ട് വന്നതിനെക്കുറിച്ച് നമ്മുടെ പൂർവികർ ആരോ എവിടെയോ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അപ്പൻ കുടിച്ചും കൂത്താടിയും നടക്കുന്നു, അമ്മ അരിച്ചും പെറുക്കിയും. വളരെ സൂക്ഷിച്ച് വേദനയോടുകൂടി എല്ലാം കണ്ടെത്തി ആ ഒരു ത്യാഗം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് അർത്ഥവും അതിനൊരു സമാധാനവും ഒക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അമ്മച്ചിമാരുടെ ഈ ഒരു വലിയ കൂടിവരവ് നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അത് ഉണർവും ഉന്മേഷവും നൽകുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അമ്മ, എനിക്ക് പറയാനുള്ളത്, മദർ ഈസ് നെവർ എ നോയ്സ് ബട്ട് ഈസ് ഓൾവേസ് എ വോയിസ്. അതാണ് അമ്മ. ഒരിക്കലും ഒരു നോയ്സ്, ഒരു ബഹളമല്ല, ഒച്ചപ്പാടല്ല. അമ്മ എപ്പോഴും ഒരു വോയിസാണ്, ഒരു സ്വരമാണ്. ഈശോയുടെ സ്വരമാണ്, സ്വർഗത്തിൻ്റെ സ്വരമാണ്. മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു വലിയ പരിശ്രമത്തിൻ്റെ സ്വരമാണ്. ആ സ്വരമാണ് നിങ്ങളുടെ വീടുകളിൽ കേൾപ്പിക്കുന്നത്, മക്കളെ കേൾപ്പിക്കുന്നത്, നിങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഈശോയുടെ സ്വരത്തിൻ്റെ ശ്ലീഹന്മാരായിട്ട് നിങ്ങൾക്കിനിയും മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനം ഇതുപോലെ വലിയ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ച പിതാവ്, ഡയറക്ടറച്ഛന്, ജലാലച്ഛന്, ബന്ധപ്പെട്ട ആളുകൾ,
നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഇത്രയും വലിയ കാര്യമാണ്. ഇത്ര അനേകം ആളുകൾ 70-ലധികം ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്. അധികാരമെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ ഇതുമായി വർത്തമാനം പറയുന്നതേ ഉള്ളൂ. ത്രിതല പഞ്ചായത്തിൻ്റെ കയ്യിലാണ് അധികാരം. ഏത് കാര്യവും സാധിക്കണമെങ്കിൽ നിങ്ങൾക്കാണ്. ഗാന്ധിയുടെയൊക്കെ മിഷൻ അതായിരുന്നല്ലോ. ഈ രാജ്യത്തിൻ്റെ ശക്തി കുടിലുകളിലാണ്. അതുകൊണ്ട് ത്രിതല പഞ്ചായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്കുണ്ട്, പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ, മക്കളെ സിവിൽ സർവീസ് പോലെയുള്ള കോഴ്സുകളിലേക്ക് പറഞ്ഞുവിടണം. എല്ലാവരും കളക്ടർമാരും DGPമാരും ആകാൻ വേണ്ടിയല്ല. അവിടെ നിരവധിയായ കോഴ്സുകൾ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ രാഷ്ട്രീയപരമായ മേഖലകളിൽ, സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ സ്വരം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് വലിയൊരു കാര്യമാണ് നിങ്ങൾ ഇത്രയും പേര് തിരഞ്ഞെടുക്കപ്പെട്ടതും അവരെ സവിശേഷമായ രീതിയിൽ ഇങ്ങനെ മുൻനിരയിൽ ഇരുത്തിയതുമൊക്കെ. അതാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ചൈതന്യം. അതാണ് അവരിന്ന് മുൻനിരയിൽ ഇരിക്കേണ്ടവരാണെന്ന് പിതാവിനും അച്ഛനും ഒക്കെ ബോധ്യപ്പെടുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ശക്തീകരണത്തിൻ്റെ വലിയ മേഖല കൂടിയാണെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് ഒഴിവാകാൻ വേണ്ടി രാവിലെ പിതാവിനോട് ഒന്നുകൂടി ചോദിച്ചതാണ്. പിതാവ് ശക്തമായിട്ട് സംസാരിച്ചാലോ ഒന്ന് പേടിച്ച് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്ത്. എനിക്ക് പിതാവിൻ്റെ കൂട്ടത്തിൽ ഇരിക്കാനും പ്രധാനം പറയാനും എല്ലാം വലിയ ഇഷ്ടമാണ്. സത്യസന്ധനായ ഒരു ആളാണ്. അതുകൊണ്ട് നമുക്ക് കാര്യം പറയാനോ എതിർപ്പ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പിതാവ് അത് കേൾക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ പേര് പിതാവ് പിണങ്ങുമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ബന്ധങ്ങളിൽ ഒരു ദൃഢതയുണ്ട്. പിതാവിനെ പോലെയുള്ള ആളിൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ആ സന്തോഷം കൂടി ഞാൻ അറിയിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അൽഫോൻസാ അമ്മയുടെ പ്രാർത്ഥനകൾ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വാക്കുകളിലൂടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.